ഹായ്, ഞാൻ ശ്രീദേവി അനിൽ. സീരിയൽ സ്റ്റുഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ആശംസകൾ അറിയിപ്പിക്കുകയാണ്. പിന്നെന്താ, എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഫീൽഡിലിപ്പോൾ ഒരു 28 വർഷത്തോളമായി ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ആനന്ദരാഗത്തിൻ്റെ ലൊക്കേഷനിലാണ്. ആദ്യം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് PN മേനോൻ സാറിൻ്റെ ഒരു സീരിയൽ വഴിയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. സാറിപ്പോൾ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സാറിനെക്കുറിച്ച്. ദൂരദർശനിലെ ഒരു സീരിയൽ മുഖാന്തരമാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത്. പിന്നെ അന്നു മുതൽ ഇത്രയും വർഷമായി ഞാനിപ്പം ദാ ഇവിടെ ആനന്ദരാഗത്തിൻ്റെ ലൊക്കേഷനിലാണ്, സൂര്യ TV-യിൽ. ആനന്ദരാഗം ഇപ്പോൾ ഒരു വർഷത്തോളമായി ഇപ്പം ഷൂട്ടിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഇതിലത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഗീതമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ സീരിയൽ. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സീരിയൽ ഒത്തിരി നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനന്ദരാഗം ഇപ്പോൾ ഒരു എന്താ ഇതിനെപ്പറ്റി പറയേണ്ടത്, ഒരു സുമംഗല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എൻ്റെ ഏട്ടത്തിയായിട്ട് അഭിനയിക്കുന്നു. ആ ഏട്ടത്തിയെ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ ഗീതമ്മ എന്ന് പറയുന്നത്. അതിപ്പം ഈ രംഗത്തേക്ക് വരുന്ന ഇപ്പം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളിപ്പം വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലത്തെ ആ ഒരു ഇതല്ല ഇപ്പം ആ കുഞ്ഞുങ്ങൾ. ഇപ്പം ഭയങ്കര ഫ്രീ ആണ് എല്ലാവരും. വളരെ വളരെ ഫ്രീ ആയിട്ടാണ് എല്ലാവരുമായിട്ടുള്ള സംസാരവും അവരോടുള്ള ഇടപെടലും എല്ലാം. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, എന്താ പറയുക, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് എന്ന് വെച്ചാൽ നല്ലൊരു പെരുമാറ്റം, സെറ്റിലായാലും എല്ലാവരുമായിട്ട് നല്ലൊരു റെസ്പെക്റ്റിംഗ് ആണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഉപദേശമായിട്ട് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ മനോരമയിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, കഥാനായികയിലെ ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. ഊർമിള എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അധികമൊന്നും ആയില്ല, ഞാൻ നെക്സ്റ്റ് ഷെഡ്യൂൾ അങ്ങോട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഏഷ്യാനെറ്റിലൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം. അതും ഒരു പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം അങ്ങനെ 3 സീരിയൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു. എനിക്ക് പ്രചോദനമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം എന്നെ ഇപ്പോൾ ഓരോ എന്താ പറയുക, സീരിയലിന് വിളിക്കുന്നതായാലും സിനിമയിൽ വിളിക്കുന്നതായാലും ഡയറക്ടറായാലും ശരി, എന്താ പറയുക, റൈറ്റേഴ്സ് ആയാലും ശരി, എനിക്ക് പറ്റുന്നൊരു ക്യാരക്ടറാണല്ലോ എനിക്ക് തരുന്നത് അല്ലേ. അപ്പം എല്ലാവരും എനിക്ക് അത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എടുത്തു പറയാൻ എല്ലാവരും, ഡയറക്ടർമാരും അതുപോലെ എന്താ പറയുക സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസർമാരും എല്ലാവരും എനിക്ക് നല്ല നല്ല ക്യാരക്ടറാണ് തന്നിരിക്കുന്നത്. അവരോടൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നു. നെഗറ്റീവ് റോളാണോ പോസിറ്റീവ് റോളാണോ അങ്ങനൊന്നും എന്നെ സംബന്ധിച്ചില്ല. കാരണം ഞാനിത് 2 ക്യാരക്ടറും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇന്നതാണ് ഇഷ്ടം അങ്ങനെയില്ല. എനിക്ക് രണ്ടും, അതായത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ്. അത് ഡയറക്ടറായാലും ശരി, അവർ എന്നോട് എന്നിലേൽപ്പിക്കുന്ന ആ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ, ആ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്ര തന്നെ. എനിക്കിനിയും ഒന്നും പറയാനില്ല. സീരിയൽ ടുഡേ പ്രേക്ഷകർക്ക് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.